ഗാസയിലേക്കുള്ള ഇസ്രയേൽ ആക്രമണം തുടരുന്നു. ഈ സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കുന്നതിനായി മധ്യസ്ഥ രാജ്യങ്ങൾ നിരന്തരം ഇടപെടുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ചർച്ചകളുടെ ഭാഗമായ മധ്യസ്ഥ രാജ്യമാണ് ജോർദാൻ. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഗാസ സംഘർഷങ്ങളിൽ ജോർദാൻ ഗാസയെ ചതിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഹമാസിനോട് ഗാസ വിട്ട് പുറത്തു പോകണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് ജോർദാന്റെ ചരടുവലികളുടെ ഭാഗമാണെന്നാണ് വിവരം. ഇതിലൂടെ ഇസ്രയേലിന് ഗാസയിൽ സമഗ്രാധിപത്യം ഒരുക്കിക്കൊടുക്കുകയായിരുന്നു ജോർദാന്റെ ലക്ഷ്യം. ഒരു അറബ് മാധ്യമമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇത് പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഹമാസിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നതിന് പകരം രാജ്യം വിട്ടു പോകാനാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. പലസ്തീൻ തടവുകാരുടെ ഉത്തരവാദിത്തമുള്ള ഇസ്രയേൽ കമാൻഡറായ ഷാൾ ഹർഷ് കഴിഞ്ഞ വർഷം അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. വളരെ തന്ത്രപരമാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രയേൽ ബന്ദികളെ വിട്ടുനൽകുന്നതിന് പകരമായി ഹമാസിനെ സുരക്ഷിതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ അനുവദിക്കുമെന്നതായിരുന്നു നിർദ്ദേശം. പ്രത്യക്ഷത്തിൽ ഹമാസിനെന്തോ ഉപകാരം ചെയ്യുന്നതാണ് നിർദ്ദേശമെന്ന് തോന്നുമെങ്കിലും ഹമാസിനെ എന്നേക്കുമായി ഗാസയിൽ നിന്ന് പടിയിറക്കി അവിടം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ ഉദ്ദേശ്യം. ഹമാസിനോട് കീഴടങ്ങാൻ പറയുന്നതിന് പകരം രാജ്യം വിടുവാൻ ആവശ്യപ്പെടുക, എങ്കിൽ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുക. ഹമാസ് ഒഴിയുന്ന ഗാസയിൽ ഇസ്രയേൽ പിടിമുറുക്കും, ഭരണം ഏറ്റെടുക്കും. എന്നാൽ ഈ കുബുദ്ധി തിരിച്ചറിഞ്ഞ ഹമാസ് പിന്മാറാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇസ്രയേലിന്റെ ആഹ്വാനത്തെ തള്ളിക്കളയുകയും ചെയ്തു. ഇസ്രയേൽ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങൾ ആയുധങ്ങൾ കൈവശം വയ്ക്കുമെന്നായിരുന്നു ഹമാസിന്റെ മറുപടി. 2 മാസം നീണ്ടുനിന്ന വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന മിസൈൽ ബോംബ് ആക്രമണങ്ങളിൽ മരണസംഖ്യ ഉയരുകയാണ്. ആശുപത്രികളിലും അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ ആക്രമണങ്ങൾ നടത്തി സാധാരണക്കാരായ മനുഷ്യരെ നിരന്തരം കൊന്നുതള്ളുകയാണ് ഇസ്രയേൽ. ഇതിനോടകം ഹമാസിന്റെ മുൻനിര നേതാക്കളെയെല്ലാം ഇസ്രയേൽ ഇല്ലാതാക്കി കഴിഞ്ഞു. പക്ഷേ പിന്മാറാൻ ഹമാസ് തയ്യാറല്ല. ഇസ്രായേലിനെതിരെ നിരന്തരം അവർ പോരാടുകയാണ്. അതിനിടെ ഹമാസിനെതിരെ പുതിയ നിലപാടുമായി പലസ്തീൻ അതോറിറ്റി രംഗത്തെത്തിയിരുന്നു. പലസ്തീൻ വിഷയത്തിൽ ഏറെ നിർണായകമായേക്കാവുന്ന നിലപാടാണത്. ഹമാസ് ഗാസയുടെ അധികാരം ഒഴിയണമെന്നാണ് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്ത മൂവ്മെന്റ് ആവശ്യപ്പെട്ടത്. ഗാസയുടെ അധികാരം ഹമാസിന്റെ കൈവശമിരിക്കുന്നത് യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുകയേ ചെയ്യൂ എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിപ്പിക്കാനായി മധ്യസ്ഥ രാജ്യങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയാണ്. എന്നാൽ ആ മധ്യസ്ഥ രാജ്യങ്ങളിലൊന്നായ ജോർദാൻ തന്നെയാണ് ഇസ്രായേലിന് ഒത്താശ ചെയ്യുന്നത്. ഇനിയുള്ള മധ്യസ്ഥ ചർച്ചകളുടെ ഭാവി എന്താണെന്ന് കണ്ടു തന്നെ അറിയണം.